കഴിഞ്ഞ മാസങ്ങളിൽ അനേക ജീവിതങ്ങളിൽ ചെയ്ത വലിയ കാര്യങ്ങൾ ഓർത്ത് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ സമയം ഈ ശുശ്രൂഷയുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന എല്ലാവരോടും ഈ സാക്ഷ്യങ്ങളിലൂടെ ഈശോ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക. ഇന്നലകളിൽ വലിയ കാര്യങ്ങൾ ചെയ്ത ഞാൻ നിൻ്റെ അരികത്തുണ്ട്, നിൻ്റെ കുടുംബത്തിലുണ്ട്. നിൻ്റെ പ്രശ്നം എന്താണെങ്കിലും നിൻ്റെ ഹൃദയം കലങ്ങേണ്ട സഹോദര. ദൈവം പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുവാൻ, ഞാൻ നിന്നെ വിടുവിക്കുവാൻ, നിനക്ക് വേണ്ടി ഒരു അത്ഭുതവുമായി ഈ രാത്രിയിൽ ഞാൻ കടന്നു വരികയാണ്. ബോധ്യത്തോടെ ഹല്ലേലൂയ, ഈശോയെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ. ഒന്നാമത്തെ സാക്ഷ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ സാക്ഷ്യം എഴുതിയത് സൗദി അറേബ്യയിൽ നിന്ന് ജീവ ബിജു എന്ന ഒരു നേഴ്സാണ്. പ്രിയപ്പെട്ടവർ, ഈ സാക്ഷ്യം നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വാർത്താ മാധ്യമങ്ങളിലൂടെയെല്ലാം ഈ നാളുകൾ നമ്മൾ കേൾക്കുന്നു, അനേക രാജ്യങ്ങളിൽ മരണകരമായ പകർച്ചവ്യാധികൾ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സൗദി അറേബ്യയിലും ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലും എല്ലാം മരുന്നില്ലാത്ത, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ട അനേക പകർച്ചവ്യാധികളിൽ നൂറുകണക്കിന് മക്കൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേൾക്കുകയാണ്. മൃതശരീരത്തിൽ തൊട്ടാൽ ഉടനെ പോലും ഈ രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന അന്ത്യകാല ശുശ്രൂഷകൾ പോലും കിട്ടാതെ അനേക ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടുപോകുന്ന ഒരു സമയത്തിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ ഈശോ പറയുകയാണ്, വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടെടുത്ത് പകർച്ചവ്യാധികളിൽ നിന്ന് ജനം വിധി എഴുതുമ്പോഴും നമ്മുടെ ദൈവത്തിന് അത് നിസ്സാരമായ കാര്യമാണെന്ന് ഈ ആദ്യത്തെ ശുശ്രൂഷയിലൂടെ, ആ സാക്ഷ്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണമുഖത്ത് നിൽക്കുന്ന അനേക ജീവിതങ്ങൾ ഈ സാക്ഷ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരോട് കർത്താവ് സംസാരിക്കുകയാണ്, പ്രിയ ദൈവ പൈതലെ, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അവരുടെ വാക്കുകളിൽ ഇത് നമുക്ക് വായിച്ചു കേൾക്കാം. എൻ്റെ പേര് ജീവ ബിജു. ഞാൻ 4 വർഷമായി സൗദി അറേബ്യയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കൊറോണ എന്ന മാരക അസുഖവുമായി ഒരു രോഗി അഡ്മിറ്റ് ആവുകയും മരിക്കുകയും ചെയ്തു. ഇതുവരെയും മരുന്ന് കണ്ടുപിടിക്കാത്ത ഒരു പകർച്ചവ്യാധിയാണ് ഈ അസുഖം. മരണത്തിന് ശേഷം ഞങ്ങൾക്ക് 10 പേർക്ക് ഈ രോഗം പോസിറ്റീവായി കണ്ടു എന്ന് പറഞ്ഞാൽ അവർ മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു എന്ന് തന്നെയാണ് അർത്ഥം. കാരണം അതിന് മരുന്നില്ല. ഈ സാഹചര്യത്തിൽ അവരാകെ ഭയപ്പെട്ടു പോയ അവർ ജനുവരി 2014 നൈറ്റ് വിജിൽ ജപമാലയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശോധനയിൽ നെഗറ്റീവായി കണ്ടാൽ സാക്ഷ്യം എഴുതി അറിയിക്കാമെന്ന് നേരുകയും ചെയ്തു. 3 പ്രാവശ്യം ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളിൽ 7 പേർക്ക് റിസൾട്ട് നെഗറ്റീവായി മാറി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന യേശു കർത്താവിന് നന്ദി. കരമുയർത്തി ഹല്ലേലൂയ, കരമടിച്ച് ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓർക്കണം, 3 റിസൾട്ട് അവർ പരിശോധിക്കുമ്പോഴും പോസിറ്റീവായിരുന്ന ഈ രോഗാവസ്ഥയിൽ ശലോമിൻ്റെ ഒരു നൈറ്റ് വിജിലിൻ്റെ ഒരു ജപമാലയിൽ മാത്രം പങ്കെടുത്ത് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിച്ചപ്പോൾ യേശു കർത്താവ് അവരുടെ ജീവിതത്തെ തൊട്ടു. പിന്നീടുള്ള റിസൾട്ടിൽ അത് നെഗറ്റീവായി മാറി. ഹല്ലേലൂയ. ശക്തനായ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തതിനെ ഓർത്ത് ശക്തിയോടെ ഇരുകരവും ഉയർത്തി ജീവിക്കുന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, അത്ഭുത ശക്തിയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നീ അസാധ്യ കാര്യങ്ങളുടെ ദൈവം, ജീവന്റെ ഉറവിടം നീ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് അവൻ ദയോ എന്നുമുള്ളത്, കരങ്ങളെ അല്പം ഉയർത്തിയടിക്കുന്നു. അവൻ വല്ലവൻ, അവൻ ദയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും എന്നേശുവിന്. അവൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും എന്നേശുവിന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. തൊടുന്ന ദൈവം നമ്മുടെ അരികത്ത്
നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് അവസ്ഥയിലും നമ്മെ സുഖപ്പെടുത്തുവാൻ അവിടുന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ സാക്ഷ്യത്തിലേക്ക് നമുക്ക് വരാം. മാളയിൽ നിന്ന് വിനീത പോൾ എന്ന സഹോദരിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൾ അനുവിന് ധാരാളം വിവാഹ ആലോചനകൾ വന്നെങ്കിലും ഒന്നും നടക്കാതെയായി. ഞാനും എൻ്റെ കുടുംബവും വളരെയധികം വിഷമിച്ച് പതിവായി നൈറ്റ് വിജിൽ കാണുന്ന ഒരു കുടുംബമായിരുന്നു. കഴിഞ്ഞ നൈറ്റ് വിജിലിൽ കാണുമ്പോൾ അപേക്ഷകൾ TV-യുടെ മുമ്പിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉത്തരം ലഭിച്ച സാക്ഷ്യങ്ങൾ വായിച്ചു കേൾക്കുവാനിടയായി. എൻ്റെ മകൾക്കും അനുയോജ്യമായ ഒരു ജീവിത പങ്കാളിയെ തരണമേ എന്ന് ഞാനും കുടുംബവും ഒരു അപേക്ഷ എഴുതി TV-യുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ നൈറ്റ് വിജിലിന് ശേഷം ആദ്യം വന്ന ചെറുക്കന് തന്നെ മകളെ ഇഷ്ടമാവുകയും ഉടനെ തന്നെ വിവാഹം നടക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നൈറ്റ് വിജിൽ കണ്ട് ആദ്യം വന്ന ചെറുക്കന് തന്നെ മകളെ ഇഷ്ടമായി, വിവാഹം ഉടനെ തന്നെ നടന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ നമുക്ക് ഓർക്കാം. അനേക മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് വിവാഹം നടക്കാത്തതിനെ ഓർത്ത് വേദനിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ദൈവം കരുതുന്ന വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. ആ ദൈവത്തിന് മുമ്പാകെ ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയെല്ലാം സമർപ്പിച്ച് കരുതുന്നവനായ നല്ല ദൈവത്തെ, വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ യേശുവിന് മഹത്വം കൊടുത്തുകൊണ്ടെന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ജീസസ്, താങ്ക് യു ലോർഡ്. യേശുവേ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ആത്മനിറവിൽ പാടി കർത്താവിനെ ആരാധിക്കാം. ജീസസ്, ഈശോയേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും രാത്രിയിലുള്ള നിന്റെ കരുതലിനും രാവിലെയുള്ള നിന്റെ വിശ്വസ്തതയ്ക്കും എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത, എന്തു യോഗ്യത, എനിക്കെന്തു യോഗ്യത, യേശുവിന്റെ ദാനമല്ലാതെന്തു യോഗ്യത. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിലുള്ള ഒരു പരക്കെയുള്ള ഒരു തെറ്റായ ഒരു ധാരണയാണ് മാനസിക രോഗങ്ങൾ ദൈവത്തിന് പോലും സുഖപ്പെടുത്താൻ കഴിയില്ലെന്ന് ചിലരെങ്കിലും ധരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ അയൽപക്കങ്ങളിൽ, നമ്മുടെ ദേശത്ത് മാനസികമായ മാന്ദ്യം സംഭവിച്ചവരും മാനസികമായ വിഭ്രാന്തി സംഭവിച്ചവരുമായ ദയനീയമായ മുഖങ്ങൾ നമ്മൾ കാണുകയാണ്. ഇവിടെയൊക്കെ മാതാപിതാക്കൾ എത്രത്തോളം വേദനയാണ് അനുഭവിക്കുന്നത്. എന്നാൽ അറിയുക, ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് സന്ദേശത്തിലൂടെ സംസാരിക്കുകയാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. അവൻ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യത്തിനായി കടന്നു വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരമുള്ളൊരു സാക്ഷ്യമാണ് നമുക്ക് വായിച്ചു കേൾക്കാം. മഹാരാഷ്ട്രയിൽ നിന്ന് ആനി ജോസ് എഴുതുന്നു. എൻ്റെ മകൾ ജിനി ബുദ്ധിമാന്ദ്യവും മാനസിക ഭ്രമവും മൂലം എപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയും വരികയും ചെയ്യുമായിരുന്നു. അയൽവക്കത്തുള്ള വീടുകളിൽ പോയി അവരുടെ ഡോർബെൽ അടിക്കുകയും പല അസ്വസ്ഥതകളും അതുവഴി ഉണ്ടാകുകയും ചെയ്യുമായിരുന്നു. ദിവസത്തിൽ 50 തവണയെങ്കിലും ഇങ്ങനെ ചെയ്യുമായിരുന്നു. നോക്കുക, എത്ര ദയനീയമായ സ്ഥിതിയാണ്. നമ്മുടെ കുടുംബത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥിതി വന്ന് നമ്മൾ എന്തുമാത്രം വേദനിക്കും. അനുദിനം ഓരോ ദിവസവും അയൽവക്കത്തെ വീടുകളിൽ ചെന്ന് 50 പ്രാവശ്യമൊക്കെ ചെന്ന് തൊട്ടടുത്ത വീടുകളിൽ ചെന്ന് ഡോർവെൽ അടിക്കുക, അസ്വസ്ഥ ഉണ്ടാക്കുക, ആർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥിതി. കാരണം ബുദ്ധി മാന്ദ്യം സംഭവിച്ചിരിക്കുന്നു. ഇപ്രകാരമുള്ള ഒരു ദയനീയ സ്ഥിതിയിൽ ഇവരെന്ത് ചെയ്തു എന്ന് ശ്രദ്ധിക്കുക. ഈ അവസ്ഥ മാറിക്കിട്ടുവാൻ വേണ്ടി ഷാലോമിൻ്റെ നൈറ്റ് വിജിലേക്ക് പ്രാർത്ഥന സഹായം യാചിക്കുകയും ഞങ്ങൾ താമസ സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. വെറുതെ നമ്മൾ കത്തെഴുതി കൊടുത്താൽ പോരാ, ഒരു കുടുംബമായിട്ടിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്തു. അവർ പ്രാർത്ഥന അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കുടുംബമായിരുന്നു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലം വീണ്ടും നമ്മൾ വായിച്ചു കേൾക്കുകയാണ്. മാർച്ച് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഈ അസുഖങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസികമായ വിഭ്രാന്തിയിൽ നിന്ന്, ബുദ്ധിഭ്രാന്തിയിൽ നിന്ന് കർത്താവ് തൊട്ട ഒരു ജീവിതത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയും. ഈ കുഞ്ഞിനെ ഓർത്ത്, ഈ കുഞ്ഞിനോട് ചേർന്ന് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്ക് എല്ലാവർക്കും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അങ്ങ് അസാധ്യ കാര്യങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, സകല മഹത്വവും അങ്ങേക്ക് നൽകി ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, അങ്ങേക്ക് മാത്രമായിരിക്കട്ടെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഉണർവോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് പാടി ആരാധിക്കുന്ന സമൂഹങ്ങളിൽ
ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനെ അവൻ മഹത്വപ്പെടുത്തു. അത്ഭുത ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസര ഞങ്ങൾ. കളിമൺ പാത്രങ്ങൾ ഞങ്ങൾ, അയോഗ്യദാസര ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. അടുത്ത സാക്ഷ്യം നമ്മൾ കേൾക്കുന്നത് തൊടുപുഴയിൽ നിന്ന് ബെറ്റി സിറിയക് എന്ന സഹോദരി എഴുതിയ സാക്ഷ്യമാണ്. ഞാൻ വളരെയധികം ആഗ്രഹത്തോടെ ഒക്ടോബറിലെ ജാഗരണ പ്രാർത്ഥനയിൽ ഒരു 10 സെൻറ്റ് സ്ഥലമോ അല്ലെങ്കിൽ ഒരു വീടോ ലഭിക്കുന്നതിനുള്ള അനുഗ്രഹത്തിനായിട്ടാണ് പ്രാർത്ഥിച്ചത്. വളരെ മാന്യമായ ഒരു അപേക്ഷയാണ് കർത്താവ് മുമ്പിൽ വെച്ചത്. ഒരു 10 സെൻറ്റ് സ്ഥലം അല്ലെങ്കിൽ ഒരു വീട്. ദൈവം അതിനെ എപ്രകാരം മാനിച്ചുവെന്ന് നമ്മൾ വീണ്ടും കേൾക്കുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് 12 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലം കർത്താവ് എനിക്ക് നൽകി. 10 സെൻറ്റ് ചോദിച്ച് എനിക്ക് 11.5 സെൻറ്റ് വീതം 2 സ്ഥലം എന്ന് പറഞ്ഞാൽ 23 സെൻറ്റ് സ്ഥലം നൽകി കർത്താവ് മകളെ അനുഗ്രഹിച്ചു. കരങ്ങളടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക, വീണ്ടും ഈ മകളെ കർത്താവ് അനുഗ്രഹിക്കുകയാണ്. ഡിസംബറോടുകൂടി അതിൻ്റെ ആധാരം ചെയ്തു. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ അതിലൊരു വീട് പണിയുവാനുള്ള കൃപ കർത്താവ് നൽകി. കഴിഞ്ഞ ഡിസംബർ മാസം വീടിൻ്റെ വെഞ്ചിരിപ്പ് കർമ്മവും കർത്താവ് തന്നെ ചെയ്തു തന്നു. ഹല്ലേലൂയ. അവർ കുടുംബമായിട്ട് അവിടെ വാഴുകയാണ്. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തി അവർ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാക്ഷ്യം വായിച്ചപ്പോൾ സങ്കീർത്തനം 145 അധ്യായത്തിൻ്റെ 16 വാക്യമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അവിടെ വചനം പറയുകയാണ്, അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. നമ്മുടെ ദൈവം അങ്ങനെയുള്ളവനാണ്. അവൻ വാക്കുമാറാത്തവനാണ്. നമ്മൾ കൊച്ചു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ അമർത്തി കുലുക്കി നിറച്ചളന്ന് നമ്മുടെ മേൽ ഇടുന്ന ദൈവമാണ്. നമ്മുടെ നിയോഗങ്ങളെ ഉയർത്തിക്കൊണ്ട് ഈ കുടുംബത്തോട് ചേർന്ന് ഒരു നിമിഷം കരങ്ങളെ ഉയർത്തിക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ ദൈവത്തെ കരങ്ങൾ ഉയർത്തി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമേ, അതിശയങ്ങളുടെ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ദൈവമേ. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, നീ എത്ര നല്ലവൻ, സ്തോത്രം. നീ എത്ര കാരുണ്യവാൻ. ആ സ്നേഹം അനുഭവിച്ച് സ്നേഹമോർത്താൽ എന്തൊരത്ഭുതം. ഓ നിത്യമാം സ്നേഹമേ, ദൈവം നടത്തിയ എല്ലാ വഴികളും ഓർത്ത് യേശുവേ, നീ എത്ര നല്ലവൻ, ഈശോയേ, നീ എത്ര കാരുണ്യവാൻ. നിൻ സ്നേഹമോർത്താൽ എന്തൊരത്ഭുതം. ഓ നിത്യമാം സ്നേഹമേ, ഓ നിത്യമാം സ്നേഹമേ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്ന മറ്റൊരു ദൈവിക പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ അവസാനത്തെ സാക്ഷ്യത്തിൽ കണ്ടെത്തുക. സൊമാലിയയിൽ കടൽ കൊള്ളക്കാർ, നമ്മളെപ്പോഴും പേപ്പറിൽ കാണുന്ന ഒരു കാര്യമാണ്. ഒരുപാട് പേര് ദുരിതം അനുഭവിക്കുന്ന ഒരു ദൈവിക പ്രവൃത്തി ഒരു രാജ്യത്തേക്ക് കർത്താവ് അയച്ച ഒരു സാക്ഷ്യമാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ദൈവം നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിലോ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യത്തിലോ മാത്രം ഇടപെടുന്നവനല്ല. നമ്മുടെ ദേശത്ത് ഒരു വിഷയമുണ്ടായാൽ, ഒരു ആഭ്യന്തര പ്രശ്നമുണ്ടായാൽ, ഒരു രാഷ്ട്രീയ കലഹം ഉണ്ടായാൽ, നമ്മൾ പ്രാർത്ഥിക്കാൻ മനസ്സായാൽ ദൈവം പ്രവർത്തിക്കുമെന്ന് കർത്താവ് ഈ സാക്ഷ്യത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്രകാരം പ്രാർത്ഥിക്കുവാൻ, അങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ നാം കടപ്പെട്ടവരാണെന്ന് പരിശുദ്ധാത്മാവ് ഈ സാക്ഷ്യത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏത് വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരും. പ്രിയപ്പെട്ടവർ, ഈ വാക്കുകൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഞാൻ 2 വർഷം മുൻപ് സൊമാലിയയിലെ കടൽക്കൊള്ള അവസാനിക്കുന്നതിനായി പ്രാർത്ഥന സഹായം ചോദിച്ച് നൈറ്റ് വില്ലിലേക്ക് എഴുതിയിരുന്നു. കപ്പലിൽ ജോലിക്കാരനെ ഞാൻ അപകട മേഖലയിലൂടെ ജീവൻ പണയപ്പെടുത്തി 3 പ്രാവശ്യം യാത്ര പോയിട്ടുണ്ട്. ദൈവകൃപയാൽ കൊള്ളക്കാരുടെ പിടിയിൽ നിന്ന് കർത്താവ് അത്ഭുതകരമായി രക്ഷിച്ചു. എന്നാൽ ആയിരക്കണക്കിന് കപ്പലുകളെയും 10,000-കണക്കിന് ജോലിക്കാരെയും ലക്ഷക്കണക്കിന് അവരുടെ കുടുംബാംഗങ്ങളെയും ബാധിക്കുന്ന ഈ വലിയ പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരമുണ്ടാകാനാണ് പ്രാർത്ഥന ചോദിച്ചത്. അതിനുശേഷം സൊമാലിയയിൽ കൊള്ളക്കാരുടെ ശല്യം കുറഞ്ഞ്
ഇപ്പോൾ അതൊരു ഒറ്റപ്പെട്ട സംഭവമായി മാറിയിരിക്കുന്നു. വലിയ അത്ഭുതം പ്രവർത്തിച്ച കർത്താവിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ നിയന്ത്രണം കർത്താവിന്റെ കരങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, ഭരണകൂടവും പോലീസും പരാജയപ്പെട്ടെടുത്ത് ദൈവത്തിന്റെ ശക്തി പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങുന്ന അത്ഭുത കാഴ്ചയാണ് ഈ സാക്ഷ്യത്തിലൂടെ പരിശുദ്ധാത്മ നമ്മൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ജീവിക്കുന്ന ദൈവത്തെ കരങ്ങൾ ഉയർത്തി വീണ്ടും സ്തുതിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ. കർത്താവേ, ദൈവമേ, വ്യക്തിപരമായ ജീവിതങ്ങളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, നാടിന്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഞങ്ങളെ ഭരിക്കുന്ന, ഞങ്ങൾ നയിക്കുന്ന യേശു കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും പാടി ആരാധിക്കാം. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ വലിയ കാര്യങ്ങൾ ചെയ്ത കർത്താവിനെ. യേശു നല്ലവൻ. പാടുന്നു. Glory. Power, power. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും നൽകുവാൻ ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും നൽകുവാൻ ശക്തിയും ബലവും യേശുവിന്. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഈ സമയങ്ങളിൽ കേട്ടത്. അവിടുത്തെ മുമ്പിൽ നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും ഈ സമയം ചേർത്ത് നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഷാലോം മിനിസ്ട്രി, ഈ ശുശ്രൂഷകൾ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ്. സഭാഗാത്രത്തെ പണിതുയർത്തുവാൻ ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് അനേകം ആത്മാക്കളെയാണ് ഈ നാളുകളിൽ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരിക്കും നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വിശ്വാസത്തോടെ, സ്നേഹത്തോടെ ഷാലോം മിനിസ്ട്രിയെയും ശുശ്രൂഷകളെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക. ഒരു നിമിഷം കണ്ണുകളെ അടച്ചുകൊണ്ട് ഈ ഷാലോം ശുശ്രൂഷകളെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തിന്റെ സ്നേഹമൊന്ന് ഓർത്തുകൊണ്ട്, ഇന്നോളം ഈ മിനിസ്ട്രിയെ വഴി നടത്തിയ ദൈവത്തിന്റെ മുമ്പാകെ കരങ്ങൾ അല്പസമയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തിൽ, ഐക്യത്തിൽ, ഏകമനസ്സോടെ നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയെ സ്നേഹിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഷാലോം മിനിസ്ട്രിയെ ഓർത്ത് ഏകമനസ്സോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രിയിലൂടെ അങ്ങ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഷാലോമിന്റെ മേൽ പുതിയ അഭിഷേകം വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാലോമിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ രാത്രിയിൽ അവിടുന്ന് സന്ദർശിക്കണമേ. പുതിയ അഭിഷേകം നൽകി, ദൈവിക ജ്ഞാനം നൽകി അവരെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയെ കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടമറിഞ്ഞ് ഈ മിനിസ്ട്രി നയിക്കുവാൻ അവരെ ബലപ്പെടുത്തിയാലും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോം ടിവിക്ക് വേണ്ടി, ടിവി പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷാലോം ടിവി സൗജന്യമായി സംപ്രേഷണം ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. നല്ല ദൈവമേ, ഷാലോമിന്റെ പ്രസിദ്ധീകരണ ശുശ്രൂഷകളുടെ മേൽ അവിടുത്തെ ചൈതന്യം വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ, ഷാലോം മിനിസ്ട്രിയെ സമ്പത്ത് കൊണ്ട് സഹായിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയും അവരുടെ കുടുംബങ്ങളെയും തലമുറകളെയും
അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലോം മിനിസ്ട്രിയോട് ചേർന്ന് ദൈവരാജ്യ വേല ചെയ്യുന്ന എല്ലാ ഏജന്റുമാർക്കും വേണ്ടി, റിപ്പോർട്ടേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിവിധ മിനിസ്ട്രികൾക്ക് നേതൃത്വം കൊടുക്കുന്ന വിവിധ രാജ്യങ്ങളിലുള്ള എല്ലാ ശാലോം ശുശ്രൂഷകർക്കും വേണ്ടി ആത്മാവിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, വീണ്ടും ജീവനേകി, വീണ്ടും ശക്തിയേകി ശാലോം മിനിസ്ട്രിയെ ഉണർത്തണമേ. ശുശ്രൂഷകളെ ഉണർത്തണമേ, ശുശ്രൂഷകളെ വളർത്തണമേ. പുതിയ ശുശ്രൂഷകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്വതന്ത്രമായ അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരിക, വരിക. ഈ മിനിസ്ട്രിയുടെ മേൽ നിറയുക, ജീവനേകുക, ശക്തിയേകുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പുതിയ ബന്ധക്കോസ്ത ശലോമിലൂടെ ലോകത്തേക്ക് ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ശക്തിയേകുക. തുറന്നു പിടിച്ച് പാവനാത്മാവേ ദാസരിൽ നിറഞ്ഞിടുക. താഴത്തോടെ പാടാം. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ ശാലോമിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ ശാലോമിൽ നിറഞ്ഞിടുക. വീണ്ടും ജീവനേകുക. പറയട്ടെ ശുശ്രൂഷകരിൽ, വിവിധ മിനിസ്ട്രികളിൽ ഭാവി ശുശ്രൂഷകളുടെ മേൽ പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ഐക്യപ്പെട്ട് അല്പസമയം ലോക സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും ചേർത്ത് നിർത്തുകയാണ്. ഒരു ആത്മഭാരത്തോടെ, നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദനയോടെ, ആത്മാക്കളെ നേടാനുള്ള ദാഹത്തോടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ലോകരാഷ്ട്രങ്ങളെ കണ്ടുകൊണ്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ പ്രിയപ്പെട്ടവരെ, സഭയിൽ ധാരാളം ദൈവവിളികൾ ഉണ്ടാകാനാണ് ഇന്ന് പ്രത്യേകമായി നാം ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അനേകം മിഷണറിമാർ ഉദയം ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കണം. 2012 മിഷൻ ഞായർ സന്ദേശത്തിൽ 16 മാർപ്പാപ്പ ആഗോള സഭയെ നോക്കി ഇപ്രകാരം പ്രസ്താവിച്ചു: സുവിശേഷം വ്യാപിപ്പിക്കുവാൻ തയ്യാറുള്ള പുതിയ അപ്പോസ്തലന്മാരുടെ ഒരു തലമുറ രൂപം കൊള്ളേണ്ടത് ഈ കാലഘട്ടത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, ലോക സുവിശേഷവൽക്കരണത്തിനായി ഈ രാത്രിയിൽ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളും ശക്തിപ്പെടട്ടെ. ഹല്ലേലൂയ. നല്ല ദൈവമേ, ഞാനായിരിക്കുന്ന എന്റെ ഇടവകയിൽ, എന്റെ രൂപതയിൽ, എന്റെ സഭയിൽ ദൈവവിളികൾ വർദ്ധിക്കട്ടെ, വർദ്ധിക്കട്ടെ. സന്യസ്ത ജീവിതത്തിലേക്ക്, വൈദിക ജീവിതത്തിലേക്ക്, സമർപ്പണ ജീവിതത്തിലേക്ക് അനേക മക്കൾ വിളിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിൽ ഒരുക്കപ്പെടട്ടെ. ആത്മാവാൽ അയക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമർപ്പണമുള്ള ധാരാളം മിഷണറിമാർ ലോകരാജ്യങ്ങളിൽ ഉദയം ചെയ്യുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ ശക്തിയാൽ പുതിയ അപ്പോസ്തലന്മാർ, സുവിശേഷകർ ഉണരട്ടെ. അതുവഴിയായി ലോകരാഷ്ട്രങ്ങൾ ഉണരട്ടെ. ഭാരതസഭ ആത്മാവിൽ ഉണരട്ടെ. കേരള സഭ ഉണരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി
ലോകരാഷ്ട്രങ്ങളെ കണ്ടുകൊണ്ട് ഈ നൂറ്റാണ്ടിന്റെ അഭിഷേകം അനേക ശുശ്രൂഷകരിൽ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് അനേകം മിഷണറിമാരെ വിളിച്ചു വേർതിരിച്ചയക്കുവാൻ സ്വപ്നം കണ്ടുകൊണ്ട് അല്പസമയം സ്തുതിക്കുക. ആത്മാവേ, ആത്മാവേ, പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക, ഈ രാത്രിയിൽ പ്രവർത്തിക്കുക. മിഷൻ വേലകൾ ശക്തമാകട്ടെ. നിലവിലുള്ള ശുശ്രൂഷകർ അഭിഷേകത്താൽ നിറയട്ടെ. പുതിയ ശുശ്രൂഷകർ ഉണ്ടാകട്ടെ. എഴുന്നേൽക്കട്ടെ പ്രവാചകർ. ആത്മാവിൽ സന്തോഷിച്ച് ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ പാടി ആരാധിക്കുന്നു. ഗ്ലോറി. എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, തീ പോലെ സുവിശേഷം പടരട്ടെ. എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, തീ പോലെ സുവിശേഷം പടരട്ടെ. ലോകരാഷ്ട്രങ്ങൾ ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. ഭാരതം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. എന്റെ കേരളം ഉണരണം, യേശുവിൽ വളരണം. എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ, എന്നെ ഉപയോഗിക്കൂ നാഥാ. Praise the Lord. Praise the Lord. സന്തോഷത്തോടെ ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവം നമ്മൾ എല്ലാവരെയും ഈ രാത്രിയിൽ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്.